ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വേവ്സ് ഉച്ചകോടി മാധ്യമ വിനോദ മേഖലയുടെ ഊർജ്ജ സ്രോതസ്. സർഗപ്രതിഭകളാൽ അനുഗ്രഹീതമായ ഇന്ത്യയ്ക്ക് മാധ്യമ വിനോദ മേഖലയിൽ സുപ്രധാന സ്ഥാനമാണുള്ളത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലൂടെ ആകർഷകമായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കാലാകാലങ്ങളായി നാം ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ ഈ മേഖലയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയരാനുള്ള ചുവടുവയ്പിലാണെന്ന് രാജ്യം. ഈ ലക്ഷ്യവുമായാണ് ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 രാജ്യം തയ്യാറെടുക്കുന്നത്. പ്രഥമ വേവ്സ് ഉച്ചകോടിക്ക് മെയ് 1 മുതൽ 4 വരെ മുംബൈ നഗരം ആതിഥ്യം വഹിക്കും. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലും ജിയോ വേൾഡ് ഗാർഡൻസിലുമായി നടക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യയുടെ സർഗാത്മക സമൂഹത്തിന്റെ ചലനാത്മകത പ്രതിഫലിപ്പിക്കുന്ന അവതരണങ്ങളും ചർച്ചകളും സംവാദങ്ങളും അരങ്ങേറും. ആഗോള മാധ്യമ മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മാധ്യമ വിനോദ മേഖലയെ വികസിപ്പിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. വേവ്സ് ഉച്ചകോടി രാജ്യത്തെ വളർന്നുവരുന്ന മാധ്യമ വിനോദ മേഖലയ്ക്ക് ഒരു നാഴികക്കല്ലായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117ാമത് പ്രക്ഷേപണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറം പരാമർശിച്ച പ്രധാനമന്ത്രി മാധ്യമ വിനോദ സമ്പദ് വ്യവസ്ഥ വിപുലമാക്കുന്നതിൽ വേവ്സ് ഉച്ചകോടി സുപ്രധാന പങ്കുവഹിക്കുമെന്നും വ്യക്തമാക്കി. साथियों, मैं आपको एक और खुशखबरी देना चाहता हूं. भारत की क्रिएटिव टैलेंट को दुनिया के सामने रखने का एक बहुत बड़ा अवसर आ रहा है. हमारे देश में पहली बार वर्ल्ड ऑडियो विजुअल एंटरटेनमेंट समिट यानी वेव्स समिट का आयोजन होने वाला है. आप सभी ने दावोस के बारे में सुना होगा, जहां दुनिया के अर्थ जगत के महारथी जुटते हैं. उसी तरह वेव्स समिट में दुनिया भर के मीडिया और एंटरटेनमेंट इंडस्ट्री के दिग्गज क्रिएटिव वर्ल्ड के लोग भारत आएंगे. यह समिट भारत को ग्लोबल कंटेंट क्रिएशन का हब बनाने की दिशा में एक महत्वपूर्ण कदम है. मुझे यह बताते हुए गर्व हो रहा है, इस समिट की तैयारी में हमारे देश के यंग क्रिएटर्स भी पूरे जोश से जुड़ रहे हैं. जब हम $5 ट्रिलियन इकोनॉमी की ओर बढ़ रहे हैं, तब हमारी क्रिएटर इकोनॉमी एक नई एनर्जी ला रही है. मैं भारत की पूरी एंटरटेनमेंट और क्रिएटिव इंडस्ट्री से आग्रह करूंगा, चाहे आप यंग क्रिएटर हो या एस्टैब्लिश्ड आर्टिस्ट, बॉलीवुड से जुड़े हो या रीजनल सिनेमा से, टीवी इंडस्ट्री के प्रोफेशनल हो या एनिमेशन के एक्सपर्ट, गेमिंग से जुड़े हो या एंटरटेनमेंट टेक्नोलॉजी के इनोवेटर, आप सभी वेव्स समिट का हिस्सा बने. ഇന്ത്യയുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ലോകോത്തര സർഗസൃഷ്ടിയുടെ കേന്ദ്രമായി പരിവർത്തനം ചെയ്യാനുള്ള ആഗോള വേദിയായി വേവ്സ് ഉച്ചകോടി മാറുകയാണ്. ആനിമേഷൻ, ഗെയിമിംഗ്, വിനോദ സാങ്കേതിക വിദ്യകൾ, പ്രാദേശിക മുഖ്യധാരാ സിനിമകൾ എന്നിവയിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഈ പരിപാടി ഉയർത്തിക്കാട്ടും. രാജ്യത്ത് ഇതാദ്യമായി സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി മാധ്യമ വിനോദ വ്യവസായത്തിൽ പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. वेव्स का फंक्शन पहली बार हो रहा है. इसमें कई नए एक्सपेरिमेंट्स सोचे जा रहे हैं और जैसे ये प्रोग्राम इवॉल्व होता है इसके बारे में आपको और जानकारी दी भी जाएगी. एक जो पॉजिटिव चीज है वो ये है कि रिस्पांस बहुत ज़्यादा अच्छा है. जितना हमने सोचा था उससे कई गुने बेटर रिस्पांस आया है.
इसीलिए ये भी सोचा जा रहा है कि क्या उसको और भी बड़े स्केल पे किया जाए, और भी बड़े स्केल पे करने के लिए किस तरह का इंफ्रास्ट्रक्चर चाहिएगा। मुझे लगता है कि आने वाले समय में वेव्स अपने आप में एक भारत की जो मीडिया एंड एंटरटेनमेंट वर्ल्ड है, उसका जो टेक्नोलॉजी वाला पोर्शन है, उसका जो क्रिएशन वाला पोर्शन है, उसका जो इनपुट वाला पोर्शन है, उसमें वेव्स एक बहुत बड़ा फिनोमिनन बन के निकलेगा। और उसमें जो ये 25 चैलेंजेस है वो चैलेंजेस उसका एक इम्पोर्टेंट हिस्सा बन के रहेंगे। ഇന്ത്യയിലെ മൾട്ടിമീഡിയ, ഓഡിയോ വിഷ്വൽ, ഡിജിറ്റൽ എന്റർടൈൻമെന്റ് മേഖലകളിലെ കഴിവുകളും നൈപുണ്യങ്ങളും ആഗോളതലത്തിൽ പരിചയപ്പെടുത്താനുള്ള ശക്തമായ വേദി കൂടിയാണ് വേവ്സ്. രാജ്യത്ത് അതിവേഗം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് വിനോദ വ്യവസായ രംഗം. മാധ്യമ വിനോദ മേഖലയ്ക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കാനും ആഗോളതലത്തിൽ അതിനെ ബന്ധിപ്പിക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യമങ്ങൾ സ്വാഗതാർഹമാണെന്ന് സാമൂഹ്യ മാധ്യമ വിദഗ്ധനും മീഡിയ വൺ അക്കാദമി മുൻ ഡയറക്ടറുമായ ജി ബിജു മോഹൻ അഭിപ്രായപ്പെട്ടു. IBEFന്റെ 2024 മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് $100 കോടി മുകളിലാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വിനോദ വ്യവസായ മേഖല നമ്മുടെ രാജ്യത്തിൻ്റെതായിരിക്കാം. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ ടെലിവിഷൻ, റേഡിയോ മാധ്യമങ്ങൾ വളരെ വ്യാപകമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ പുതിയ മേഖലകളായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, OTT പ്ലാറ്റ്ഫോമുകൾ, ഗെയിം മേഖലകൾ ഇന്ത്യയിൽ വളരെ വേഗമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അതിജീവിക്കുന്നത്. ഈ മേഖലയുടെ വികസനത്തിന് ആവശ്യമായ സഹായം നൽകാൻ വേണ്ടി ആഗോള വിനോദ മേഖലയുമായി ഇന്ത്യയുടെ വിനോദ മേഖലയെ ബന്ധിപ്പിക്കുവാനും ഇതിൻ്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കാനും വേണ്ടി കേന്ദ്ര സർക്കാർ വേവ്സ് 2025 ഉച്ചകോടി മുംബൈയിൽ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിലും ഒപ്പം തന്നെ ഇന്ത്യയിലെ വിനോദ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വൈഭവം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് സഹായം വേണ്ടി വരും. മാത്രമല്ല, ഇന്ത്യയെപ്പോലുള്ള വളരെ വലിയ ഒരു രാജ്യത്ത് മറ്റു രാജ്യങ്ങളിലെ വിനോദ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും വ്യവസായങ്ങൾക്കും കടന്നു വരുവാനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാനുമുള്ള നല്ലൊരു അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വളരെ മനോഹരമായ വ്യത്യസ്തമായ ലൊക്കേഷനുകളുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന സിനിമാ നിർമ്മാതാക്കൾക്ക് ഇവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി, ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള മാനവവിഭവത്തെക്കുറിച്ച് അറിവ് കിട്ടാൻ വേണ്ടി, ആവശ്യം വേണ്ട നിയമ സഹായം ലഭിക്കാൻ വേണ്ടി ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സഹായിക്കും. മാത്രമല്ല, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും ഇന്ത്യക്ക് വളരെയധികം മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതിനെല്ലാം വേണ്ടി നടത്തുന്ന ഈ പരിശ്രമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വേവ്സ് 2025 ഉച്ചകോടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ലെ, ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചൻ, പ്രമുഖ വ്യവസായി മുകേഷ് അംബാനി തുടങ്ങി നിരവധി പ്രമുഖർ അവരുടെ അനുഭവങ്ങളും ആശയങ്ങളും ഉച്ചകോടിയിൽ പങ്കുവയ്ക്കും. ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി മത്സരങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. സിംഫണി ഓഫ് ഇന്ത്യ ചാലഞ്ച് 2025 എന്ന പരിപാടി രാജ്യത്തെ സംഗീത പ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേദിയൊരുക്കുന്നു. ഇതിലെ മികച്ച 3 ടീമുകൾക്ക് വേവ്സ് വേദിയിൽ അവരുടെ കലാസൃഷ്ടി അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും. വേവ്സ് XR ക്രിയേറ്റർ ഹാക്കത്തോൺ ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റിയിലെ നൂതനാശയങ്ങൾ അവതരിപ്പിക്കാൻ ഡെവലപ്പർമാർക്ക് അവസരമൊരുക്കുന്നു. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത തത്സമയ വസ്തുതാ പരിശോധനാ സംവിധാനവും ഇതിലൂടെ രൂപപ്പെടുത്തും. ഈ ഹാക്കത്തോൺ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ആശയങ്ങൾ വേവ്സ് 2025 പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യും. സിനിമാ പ്രമേയത്തിലുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കുന്ന മത്സരവും ഉച്ചകോടിയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ കലയും സാംസ്കാരിക സമ്പദ് വ്യവസ്ഥയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇതുപകരിക്കും. ഹ്രസ്വ ചിത്ര നിർമ്മാണത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മത്സരത്തിൽ സൃഷ്ടിപരമായ ചിന്തകളും കഥ പറയാനുള്ള കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്നു. വിജയികൾക്ക് പുരസ്കാരങ്ങളും വേവ്സ് ഉച്ചകോടിയിൽ അവരുടെ ഹ്രസ്വ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും.
ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ് മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. മത്സരത്തിൽ വിജയിക്കുന്നവരുടെ സൃഷ്ടികൾ വേവ്സ് വേദിയിൽ പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി കഥ പറയുന്നതിനുള്ള മത്സരം കലയെയും സാങ്കേതിക വിദ്യയെയും സംയോജിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തമ സൃഷ്ടികൾ വേദിയിൽ അവതരിപ്പിക്കപ്പെടും. വാർത്താമാധ്യമങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് വ്യാജ വാർത്തകൾ. വാർത്തകളുടെ നിജസ്ഥിതി അപ്പപ്പോൾ കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ അഭാവം വ്യാജ വാർത്തകൾ പെരുകുന്നതിന് കാരണമാകുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ തത്സമയം നിരീക്ഷിക്കുന്നതിനുള്ള അന്വേഷണങ്ങൾ വാർത്താമാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം വാർത്താവിഭാഗം മേധാവി അജയ് ജോയ് പറഞ്ഞു. ദൃശ്യശ്രാവ്യ വിനോദ മേഖലയിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവാൻ പോവുകയാണ് വേവ്സ് ഉച്ചകോടി. സിനിമയും ടിവിയും ഉൾപ്പെടെയുള്ള വിവിധ രംഗങ്ങളിൽ നമ്മുടെ സാങ്കേതിക വിദ്യകളും വിവിധ സേവനങ്ങളും നിലവിൽ തന്നെ ആഗോള വ്യവസായ പ്രമുഖർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഈ രംഗത്ത് ആഗോള തലസ്ഥാനമാകാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പുതിയ ആഗോള സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്തിന് പരിചയപ്പെടുത്തുക, ഒപ്പം നമ്മുടെ വൈദഗ്ധ്യം ആഗോള വ്യവസായത്തിൻ്റെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടാനുമുള്ള അപൂർവമായ ഒരു അവസരം. ഒരുപക്ഷെ ക്യാൻസ് ദൃശ്യ സർഗാത്മകതയുടെ വിവിധ മേഖലകളുടെ ആഘോഷമാകുമ്പോൾ ഗെയിമിങ്ങും ആനിമേഷൻ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന മേഖലകളുടെ അവസാന വാക്കായി മാറാൻ വേവ്സിന് കഴിയും. ഒപ്പം മാറി വരുന്ന കാലത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന സാങ്കേതിക വിദ്യകൾക്കും അരങ്ങൊരുങ്ങും. ഉദാഹരണത്തിന് ഈ ഉച്ചകോടിയുടെ മുന്നോടിയായുള്ള വിവിധ മത്സരങ്ങളിൽ പ്രമുഖമായ ഒന്നാണ് ട്രൂത്ത് ടെൽ ഹാക്കത്തോൺ. പെരുകുന്ന വ്യാജവാർത്താ പ്രളയം തടഞ്ഞു നിർത്താനും നിർവീര്യമാക്കാനും എഐയുടെ സാധ്യതകൾ ഉപയോഗിച്ച് റിയൽ ടൈമിൽ നിങ്ങൾക്ക് കഴിയുമോ? അത്തരമൊരു അന്വേഷണം വാർത്താ വിതരണ പ്രക്ഷേപണ രംഗത്തിന് വളരെയധികം കരുത്തു വരും. ഇങ്ങനെ നിരവധിയായ സാധ്യതകളുടെ ഒരു ആഘോഷമാണ് വേവ്സിൽ ഉണ്ടാവുക. ആഗോള മാധ്യമ വിനോദ വ്യവസായ മേഖലകൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന മഹത്തായ വേദിയായി മാറുകയാണ് വേവ്സ് 2025 ഉച്ചകോടി. നമ്മുടെ സാങ്കേതിക കഴിവുകളും സാംസ്കാരിക വൈവിധ്യങ്ങളും ആഗോളതലത്തിൽ എത്തിക്കുന്നതിനുള്ള ഊർജ്ജ സ്രോതസ് കൂടിയാണ് രാജ്യത്തിന്റെ ഈ നവീനാശയം. ലോക മാധ്യമ വിനോദ വ്യവസായ മേഖലയുടെ ഭാവി രൂപപ്പെടുത്താനുതകുന്ന ഈ ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിക്കുമെന്ന കാര്യം തീർച്ചയാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.